ദുർഗ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ദുർഗയുടെ മുഖം നോക്കണില്ല. സ്വീറ്റ് ഇഷ്ടമാണ്, പക്ഷെ ഇപ്പൊ ഞങ്ങള് ഷുഗർ കട്ടായതുകൊണ്ട് ഷുഗർ തൊട്ട് നോക്കിയോ ദീപ ചേച്ചി തന്നെയാണോ എന്നൊക്കെ. അല്ല, അവളുടെ സ്മെല്ല് എനിക്ക് കിട്ടുന്നുണ്ട്. ദീപ ചേച്ചിക്ക് വല്ല സ്മെല്ല് കിട്ടുന്നുണ്ടോ? അല്ല മാറി. അതെ, കുക്കു നിൽക്കുന്ന സ്ഥലത്ത് ഫുൾ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുന്നതാണ് എനിക്ക് മനസ്സിലായി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇതില് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഋഷിതാൻ, എനിക്ക് എപ്പോഴും നല്ലൊരു സപ്പോർട്ടാ. റിഷ്ദാൻ ചേട്ടനായിരുന്നു ഡയറക്ടർ അല്ലേ? എന്തും ഭയങ്കര ഹാപ്പി ആയിട്ട് എടുക്കുന്ന ഒരു ആള്. മറ്റേത് നമ്മള് എന്താ പറയാ ഫസ്റ്റ് ഇയർ ഒരു ഷോ എടുത്തിട്ടില്ല. സെക്കൻഡ് ഇയർ ആയപ്പോ നമ്മള് ഇങ്ങനെ ഷോസ് ചെയ്തു തുടങ്ങി. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ അവിടെ ഒരു ഓണം മാമാങ്കം എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നു. അതിൽ പൃഥ്വിരാജ് ആയിരുന്നു ഗസ്റ്റ്. പക്ഷെ ഭയങ്കര പ്രൗഡായിരുന്നു എനിക്ക്. കാരണം നെക്സ്റ്റ് സ്റ്റാൻഡേർഡിൽ തന്നെ ഒരു ചെറിയ ടെമ്പിൾ പ്രോഗ്രാം നടക്കുമ്പോ ഒരവസരത്തിന് വേണ്ടി അതിന്റെ ബാക്ക് സ്റ്റേജിൽ പോയി നിന്നിട്ട് അവിടുത്തെ ടീച്ചറെ എനിക്ക് ഒരു ചാൻസ് വരുമെന്ന് ചോദിച്ചിട്ടില്ല മോനെ, ഇത് ഞങ്ങൾ നടത്തുന്ന പ്രോഗ്രാം ഇവിടെ ചാൻസ് തരാൻ പറ്റില്ല. ആ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഞാനൊരു ചാൻസിന് വേണ്ടി ഇങ്ങനെ നിന്നിട്ട് എൻഡ് കഴിയാറാവുമ്പോഴാണ് ആ ടീച്ചർ ഓടി വന്നിട്ട് മോനെ ഒന്ന് കയറോ, ഒന്ന് കോസ്റ്റ്യൂം മാറാൻ പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാ എന്റെ ഈ പ്രൊഫഷൻ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. അപ്പം കുക്കുചേട്ട ദീപ ചേച്ചി, അപ്പൊ നമ്മൾ കുറച്ചു നേരം സംസാരിച്ചു, കമ്പിത്തിരിയൊക്കെ കത്തിച്ചു. ഇനി ഒരു സെഗ്മെന്റിലേക്ക് പോവാണ്. ദീപാവലിയൊക്കെയല്ലേ, നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരുത്താൻ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ആ സെഗ്മെന്റ് ഞാനല്ല ആക്ച്വലി ചെയ്യിപ്പിക്കാൻ പോകുന്നത്. എന്റെ ഒപ്പം ഒരാളും കൂടെ വരികയാണ്. അപ്പൊ ആളെ വിളിച്ചാലും ആളുടെ പേര് ഇത് ഇവിടെ തന്നെ ഉണ്ട്. ഇതിൽ തന്നെ കിട്ടും നിങ്ങൾക്ക് ആ ഒരു ദുർഗ. ഗ്രീൻ എന്നുള്ള പേര് ഫ്ലാഷ് 2000. അങ്ങനെയല്ലാത്ത പേര് ദുർഗ. യെസ്, ദുർഗ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ദുർഗയുടെ മുഖം നോക്കണില്ല. ദുർഗ അതിന് മുന്നില് ദുർഗ ഞാനിങ്ങനെ കുറച്ചേരം സംസാരിച്ചിരുന്നു. അപ്പൊ ഞാൻ ദുർഗ പറഞ്ഞു അത് ഡീഫോ ഡാൻസിന്റെ സമയത്ത്. അപ്പൊ ഞാൻ ഓർത്ത് കുക്കുചേട്ടന്റെ ക്രഷ് ഫാനൊക്കെ നീരവ് ബബ്ലേജിൽ എന്റെ ആദ്യത്തെ ക്രഷ് ആയിരുന്നു ചേച്ചി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? ഞാൻ 6th 7th പറയണ്ട കേട്ടോ. ഇവരൊക്കെ നല്ല പ്രായം ഉണ്ടല്ലോ. അപ്പൊ 10 വർഷമായിട്ടുള്ളൂ. ഞാനപ്പോ എത്ര 10-12 വയസ്സിലാണ്. എത്ര പ്രായം എന്ന് പറഞ്ഞാൽ കുക്കുചേട്ടൻ ഇപ്പോഴും അപ്പോഴത്തെ പോലെ തന്നെ അല്ലേ? ഞാൻ പറയാം, ഞാൻ എപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ പറയാം കേട്ടോ. ഫോട്ടോ അയച്ചു കൊടുക്കാം. അന്വേഷണം പറഞ്ഞു പറയാം. വേണമെങ്കിൽ ഒരു ലഡുവും കൊടുക്കാം. ഓക്കെ. അപ്പോ കുക്കുചേട്ടാ, ദീപ ചേച്ചി, നമുക്ക് ദീപാവലി ആയിട്ട് ഹോളിഡേന് ഒരുപാട് നല്ല സ്വീറ്റ്സ് ഒരുക്കിയിട്ടുണ്ട്. ഞാൻ കൊറേ സ്വീറ്റ്സ് അവിടെ കണ്ടായിരുന്നു. സ്വീറ്റ്സ് ഇഷ്ടമുള്ള ആളാണോ? സ്വീറ്റ്സ് ഇഷ്ടമാണ്, പക്ഷെ ഇപ്പൊ ഞങ്ങള് ഷുഗർ കട്ടായതുകൊണ്ട് ഷുഗർ അല്ല. അവിടെ റിസപ്ഷനിൽ കൊറേ സ്വീറ്റ്സ് കണ്ടില്ലേ, ബോക്സ് കണ്ടില്ലേ? അതെന്താന്നറിയാമോ, നമ്മുടെ എന്ത് ഫംഗ്ഷൻ വന്നാലും ആദ്യം ഞങ്ങൾ ഹോളിഡേ കോൺടാക്ട് ചെയ്യും. നമ്മുടെ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഇവിടുത്തെ സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഓണം വരുമ്പോ പായസം കൊടുക്കും, ഇപ്പൊ ദീപാവലി വരുമ്പോ സ്വീറ്റ്സ് കൊടുക്കും, വിഷു ഇനി ക്രിസ്മസിന് കേക്ക് ഹോളിഡേക്കാർ തരും. അപ്പൊ അങ്ങനെയാണ്. പിന്നെ എല്ലാ ഫെസ്റ്റിവൽസിന്റെ സീസൺ വരുമ്പോ ഞങ്ങളെ വിളിച്ചോ. തീർച്ചയായും ഞങ്ങൾ വിളിച്ചാൽ നിങ്ങൾ വരണം. തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചിട്ട് ഞങ്ങൾ എന്നാ വരാതിരുന്നേ? ദുർഗ നമുക്ക് രണ്ടുപേർക്കും വേണ്ടി ഓക്കെ. അപ്പൊ ഞങ്ങൾക്ക് ഈ സ്വീറ്റ് പോരാ, വേറെ സ്വീറ്റ്സ് വേണം. നമുക്ക് അറേഞ്ച് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ഒരു ടാസ്ക് കൂടി ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ കണ്ണ് ഞങ്ങൾ ഇപ്പൊ കെട്ടാൻ പോവാണ്. ആൻഡ് അപ്പൊ നമുക്ക് ഈ സ്വീറ്റ്സ് ഒക്കെ ഇവിടുന്ന് മാറ്റിയിട്ട് വേറെ പല കാര്യങ്ങളായിരിക്കും വരാം. വേറെ സർപ്രൈസ് ചിലപ്പോ വരും. വേറെ കുറെ സ്വീറ്റ്സ് ഇവിടെ വേണം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കണ്ണ് കെട്ടിക്കും. ഓക്കെ. അപ്പൊ കണ്ണ് കെട്ടിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? സ്വീറ്റ്സ് കുറെ പേര് അതൊക്കെ തിന്നാ. വേറെ കുറെ സ്വീറ്റ്സുകൾ ഞങ്ങൾ ഇവിടെ നിരത്തി വെക്കും. അത് നിങ്ങളെ കൊണ്ട് കഴിപ്പിച്ച് നോക്കിയിട്ട് അത് ഏത് സ്വീറ്റ് ആണ് അല്ലെങ്കിൽ ഏത് ഫ്ലേവർ, നിങ്ങൾക്ക് പേര് കിട്ടിയില്ലെങ്കിലും അതിന്റെ ഫ്ലേവർ അനുസരിച്ച് വേറെ ഒന്നും വരില്ലല്ലോ. സ്വീറ്റ് തന്നെ വെള്ള ഇതൊന്നും സ്വീറ്റ്സ് അല്ല, ഇനിയും കൂടുതൽ സ്വീറ്റ്സ് വരാൻ കണ്ടറിയാം. സ്വീറ്റ് വരട്ടെ, നിർത്തൂ. ഓക്കെ. അപ്പൊ കുക്കുചേട്ടാ വേണമെങ്കിൽ തൊട്ട് നോക്കിക്കോ ദീപ ചേച്ചി തന്നെയാണോ എന്നൊക്കെ. അല്ല, അവളുടെ സ്മെല്ല് എനിക്ക് കിട്ടുന്നുണ്ട്. മൂക്കടത്തിട്ടില്ല. ദീപ ചേച്ചിക്ക് വല്ല സ്മെല്ല് കിട്ടുന്നുണ്ടോ? 2 ദിവസം കുളിക്കാൻ
പള്ളി പോയി പറഞ്ഞത് ഞാൻ 3 നേരം കുളിക്കും. ആണോ? വേണ്ട 2 നേരം. ഓക്കെ ദുർഗ സ്വീറ്റ്സ് മാറ്റിയാലോ? വേഗം ആയിക്കോട്ടെ. ഓക്കെ 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 ശരി ശരി. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ അപ്പൊ തുടങ്ങാം. അപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ടിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം ആരാ? ദുർഗ. ആദ്യം ദീപ ചേച്ചി തുടങ്ങട്ടെ. ഓക്കെ ഞാൻ ടേസ്റ്റ്. ആ അതാ അവള് തന്നെ ടേസ്റ്റ് ചെയ്ത് തന്നെ എടുത്തോ, ഫ്രണ്ടിൽ തന്നെയുണ്ട്. ആണോ? എവിടെയുള്ള ഇതാണോ? മറ്റാളുടെ കൈ ഒന്നനങ്ങ. അതെ, ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്യാം. ഇത് കണ്ടറിയാം. പക്ഷെ എനിക്കൊരു പേരറിയില്ല. ഇങ്ങനെ നട്ട്സ് ഒക്കെ നട്ട്സ് ഉണ്ടാ. നട്ട്സ് ഉണ്ട്. യെസ്, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. അത് ഈസി ആയിപ്പോയി. ഓക്കെ, അങ്ങനെ ദീപ ചേച്ചി കറക്റ്റ്. എനിക്ക് കുട്ടിട്ടാ ഇത് മിക്കാറും കറക്റ്റ് പറഞ്ഞു. കണ്ണ് കാണുന്നുണ്ടെന്നാണ്. ഇല്ലല്ല പോരട്ടെ, കിട്ടിയിരിക്കുന്നു കേട്ടോ. അഭിനയാണെങ്കിൽ അയ്യോ അല്ല ദൈവത്താണ്. ഒന്നുകൂടെ എടുത്തോട്ടെ. സെയിം തന്നെ അത് മൊത്തം കഴിച്ചു തീർത്താ. ഷുഗർ കട്ടാന്നൊക്കെ പറയുന്നത് നല്ലോണം. മറ്റേ ഉണ്ടല്ലേ എല്ലാം ഉണ്ട്. ചോപ്പാണോ? കറക്റ്റ്. ഇനി ദീപ ചേച്ചി ഒന്നുകൂടെ. എന്തത്? ദീപാവലി ആയതുകൊണ്ട് കൊറേ സ്വീറ്റ്സ് നമ്മൾ കഴിപ്പിച്ചല്ലേ? അതെ, തടി വെപ്പിച്ചു വിടാം. ഇല്ല, നാളെ കുറച്ച് എക്സ്ട്രാ ഓടാം. ഇത് മഞ്ഞുണ്ടാന്നൊക്കെ. മഞ്ഞുണ്ട. എന്താ ഫ്ലേവർ കിട്ടുന്ന ഉണ്ടേല്? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാൽപ്പേടയുടെ അല്ല, എന്നാ ലഡു അല്ല, എന്നാ ഇതിന്റെ ഇടയിലുള്ളൊരു മഞ്ഞുണ്ടോ പറഞ്ഞോണ്ട് കറക്റ്റ്. ഇത് കറക്റ്റ് ആയിട്ടാണല്ലോ പറയുന്നത്. ഇവിടെ വേറെ കുറെ കളേഴ്സ് ഇരിപ്പുണ്ടല്ലോ. ആകെ മഞ്ഞയും വെള്ളയിലുണ്ടല്ലോ. വേറെ കളേഴ്സ് ഉണ്ട്. ആണോ? കുക്കുചേട്ടാ അടുത്തത് ഈശ്വര, അടുത്തെങ്കിലും നിങ്ങളത് അങ്ങനെ തിരിച്ചു വെക്കല്ലേ? ഞങ്ങൾ Same എപ്പോഴും ഒരേ തന്നെയല്ലേ? സാധനം തന്നെ പിടിക്കില്ലേ? Same. കാണുന്നുണ്ടോ? കാണുന്നതല്ല, ആ ടച്ച് സെൻസ് ചെയ്തതാ. ഇല്ല, സെയിം അല്ല. അടുത്തത് അവള് പറഞ്ഞ സെയിം ആണ്. ആണോ? ഇതെല്ലാം ദൈവൻ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെക്കാം. തിരിച്ചു. ഇവൻ വേറെയാണല്ലോ. ഓക്കെ, ഇത് പ്രശ്നമാട്ടോ. പക്ഷേ ടേസ്റ്റ് ചെയ്യൂ. എന്നാലും തൊട്ടു. ഇനി മാറ്റി അത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പാട്ട് പാടാൻ പോവാണോ? ഒരു സംഗതികൾ. അതെ, മറ്റേ ബദാം ചിപ്പില്ലേ, അതിന്റെ ഒരു സാധനം. ബദാം ചിപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതല്ല, അതിന്റെ മുകളിലത്തെ ടോപ്പിംഗ്സ് ആയിരുന്നു അത്. നമുക്ക് സ്വീറ്റ് എന്താന്ന് അറിയണ്ടേ? അതൊരു കളർ പറഞ്ഞോ? ബ്രൗൺ, യെല്ലോ, റെഡ്, വൈറ്റ്, പിന്നെ എന്താ ഒരു ചന്ദന കളറ്. വൈറ്റ്, സിൽവർ അല്ലെങ്കിൽ ബ്രൗൺ, അങ്ങനെയാണ് ഫീൽ ചെയ്യണത്. അത് ശരി, അതിപ്പോ എല്ലാം ഉണ്ടല്ലോ അതില്. അല്ല, ബ്രൗൺ ആക്കട്ടെ. ഉറപ്പിച്ചോ? ബ്രൗൺ ആയിരിക്കില്ല ബുക്കോ? ഓ, ഉറപ്പിക്കാം അല്ലേ? വൈറ്റ് സിൽവറും. വൈറ്റും സിൽവറും. എന്ന് രണ്ടും അല്ല. പിന്നെ ഏതാ? ഓക്കെ, കണ്ണഴിക്കാം അല്ലേ? കണ്ണ് തുറന്നു നോക്കിക്കോളൂ. ഇത് ബേസന്റെ ഒരു ഫ്ലേവർ ആണ്. ബേസൻ ലഡു ആയിരുന്നു. ഏതാ കഴിച്ചേ? ഇതായിരുന്നു. ഞാൻ പിച്ച് ചെയ്ത് ഇതും ഇതും. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം മനസ്സിലായോ? ആ സെയിം താലം തന്നെയാണ്. എടാ, ഞങ്ങളാണെങ്കി പറഞ്ഞ വിശ്വസിച്ചു. ആണോ? ദീപചേച്ചി അധികം വിശ്വസിച്ചില്ല, കുപ്പിച്ചേട്ടൻ വിശ്വസിച്ചു. കഴിഞ്ഞിട്ട് കാരണം ഇവിടെ കൊണ്ട് വെക്കുന്ന സൗണ്ട് ഒന്നും കേട്ടില്ല. കൊറേ സ്വീറ്റ്സ് ഒക്കെ തപ്പി. പക്ഷെ ദീപാവലിക്ക് ഇത്രയും സ്വീറ്റ്സ് അല്ലേ? ഇത്രയും സ്വീറ്റ്സ് ഹോളിഡേന് ഒരുക്കി. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇത് മുമ്പിൽ ഇങ്ങനെ വെക്കണ്ട, കൊണ്ടൊക്കെ നിങ്ങള്. ഓക്കെ, അപ്പൊ ദുർഗ ഭംഗിയായിട്ട് ഈ സെഗ്മെന്റ് നടത്തുന്ന താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഈ താലം കൊണ്ട് താലം വേണ്ട. അപ്പൊ ഞങ്ങൾക്ക് പിന്നെ വേറെ കിട്ടിയില്ല, വേറെ കിട്ടിയില്ലേ? അവള് പറഞ്ഞേ ഇത് മുഴുവൻ നിക്കാന്നൊക്കെ. അല്ല, അത് തരും. അപ്പളേ ഇതൊക്കെ ഞങ്ങൾ കണ്ണിടിച്ച് കഴിപ്പിച്ചത് എന്തിനാന്ന് പറയുന്നത്, ഇത് ഒരാള് തെറ്റുത്തരം പറഞ്ഞ ഒരു പണിഷ്മെന്റ് ടാസ്ക്. അപ്പൊ ഇവനല്ലേ ടാസ്ക്? അപ്പൊ കുപ്പിച്ചേട്ടനാണ് പണിഷ്മെന്റ് ടാസ്ക്. അപ്പൊ ഒരു ഫ്രണ്ട് എസ് വെച്ച് നമ്മൾ ഒരു ലെറ്റർ പറയുകയാണെങ്കിൽ എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന, ഇപ്പൊ സുഹൈദ് കുക്കു എന്നല്ല പേര്, എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ടിനെ മിസ് കോൾ അടിപ്പിക്കുക. ആ ഫ്രണ്ട് തിരിച്ചു വിളിക്കുമോ എന്ന് നോക്കാം. ഞാന് നമ്മുടെ ഒരു ഈ അടുത്ത് ഞാനൊരു മ്യൂസിക് വീഡിയോ ചെയ്ത്, മ്യൂസിക് വീഡിയോയുടെ ഡയറക്ടറും അതിൽ അഭിനയിച്ച ചേട്ടനും
പാടിയ ആളല്ലേ? ആ പാടിയതും ലിറിക്സ് ഒക്കെ പുള്ളിയുടെ അല്ലേ? അതെ അതൊക്കെ ശരിയാ. പക്ഷെ പേരെന്താ സേവ് ചെയ്തേക്കണേ അത് ഞാൻ കൊറേ നേരം സിദ്ധാർത്ഥ് ബ്രോ സിംഗർ പൊളി ഇതന്നെയാണോ എന്റെ കുറച്ച് സിദ്ധാർത്ഥ് പേര്? കിട്ടി സിദ് ബ്രോ ഡയറക്ടർ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഡയറക്ടർ സിദ് ബ്രോ. സിദ് ബ്രോ. മിസ് കോൾ എടുപ്പിച്ചാ മതിയേ. മിസ് കോള് ആദ്യം അടിയോ നോക്കട്ടെ. ഫ്രണ്ടിനെ ചേട്ടൻ വിളിക്കാണ്. കട്ട് ചെയ്തോ. അപ്പൊ ഓണം ബ്ലാസ്റ്റ് അത് എങ്ങനെ ഐഡിയ വന്നേ? ബ്ലാസ്റ്റ് ഓണം എന്നാണോ ഓണം ബ്ലാസ്റ്റ് എന്നാണോ? ബ്ലാസ്റ്റ് ഓണം. ഓക്കെ. എങ്ങനെ ആ വീഡിയോ എടുക്കാമെന്നും അങ്ങനെ പെട്ടെന്ന് വരാൻ കാരണം? ഭയങ്കര പെട്ടെന്നായിരുന്നു. ഭയങ്കര പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭയങ്കര പെട്ടെന്നായിരുന്നു. എല്ലാം അങ്ങോട്ട് നോക്കിയേ സൗണ്ട് കേട്ടതല്ലേ? അല്ല നോക്കൂ. ചതി ഞാൻ ചോദിച്ചു പൈസ തന്നിട്ടുണ്ടോ? നമസ്കാരം ചേട്ടാ. അപ്പൊ അങ്ങനെ ഞങ്ങൾ സിദ്ദിഖേട്ടനെ കൊണ്ടുവന്നേക്കാണ്. ഇവിടെ ഇരിക്കുക. നമസ്കാരം, വെൽക്കം ടു ദ ഷോ. സർപ്രൈസ് ആക്കിയല്ലോ. സർപ്രൈസ് അതെന്താ സർപ്രൈസ് എന്ന് പറയുമ്പോ പേരെന്താ സേവ് ചെയ്തിട്ടേക്ക് പിടിക്കാനായിട്ട്? സിദ് ബ്രോ ഡയറക്ടർ. ഫസ്റ്റ് വിളിച്ചത് ഞാൻ റെസ്പെക്ടോട് കൂടിയാണ് എഴുതിക്കണേ. അപ്പൊ ഫസ്റ്റ് ടൈം റെസ്പെക്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ റെസ്പെക്ട് ഇല്ലേ? അതൊക്കെ ഉണ്ട്. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? ഞങ്ങളുടെ സ്റ്റുഡന്റിന്റെ ഫാദർ ആണ്. അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ആദ്യം എന്നെ വിളിച്ചെന്ന് തോന്നുന്നു ഇതിന്റെ പറയാൻ വേണ്ടിട്ട്. ദീപനെ വിളിച്ചു. ദീപന്ന് കുക്കുവിന്റെ നമ്പർ എടുത്തു. ഭയങ്കര ഷോർട്ട് പീരീഡിലാണ് നമ്മൾ അത് ചെയ്തല്ലേ. വളരെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല വ്യൂസ് അല്ലേ? വൈറലായി ഓണത്തിന്റെ ആ ടൈം. അവർക്ക് അല്ല അത് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ആളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അതെ സത്യം. എനിക്ക് ഡയറക്റ്റ് ആളുടെ അടുത്ത് ഇതിനകത്തേക്ക് ഇൻവോൾവ് ആണോ എന്ന് പറയാൻ മടിയായിട്ട് ഞാൻ ആദ്യം ചെന്നിട്ട് പറഞ്ഞത് എനിക്ക് കേസ് കോടി എന്നുള്ള ആരെങ്കിലും ഒരാൾ ഇതിനകത്ത് കൊറിയോഗ്രാഫി ചെയ്യിക്കാനായിട്ട് തരുമെന്ന് ചോദിച്ചു. അപ്പൊ ആളതൊക്കെ ഇങ്ങനെ ആലോചിച്ചെല്ലാം പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് ഞാൻ ചുമ്മാ ചോദിച്ചു, കുക്കു ഇതിനകത്തൊന്ന് ഇൻവോൾവ് ആകുമോ, കുക്കുവിന്റെ ഫേസ് ഇതിനകത്തേക്ക് ഒന്ന് കൊണ്ടുവരുമോ? അപ്പൊ ഇതൊന്നൊരു ടേബിൾ ആയിരുന്നു തോന്നല്ലേ? പെട്ടെന്ന് നോക്കൂ ടേബിളിലേക്ക് ഇങ്ങനെ തല വെച്ചു. ഓക്കെ അപ്പോഴത്തേക്ക് നമ്മള് സെറ്റായി. പിന്നെ എല്ലാം വളരെ കുറച്ച് ദിവസമാണ്. എനിക്ക് 1 വീക്കാ. ഭയങ്കര കുറച്ച് ദിവസം. കുക്കുവിന്റെ ഒരു കോൺടാക്റ്റിൽ നിന്ന് തന്നെ എല്ലാം ബിൽഡ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നു. ആ ടെക്നിക്കൽ സൈഡും ഇൻഡസ്ട്രി എന്നുള്ള ആൾക്കാരും ഡെവലപ്പ് ചെയ്തു. പക്ഷെ അത് അന്ന് ചേട്ടനും ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു. ഉണ്ണി ഉണ്ടായിരുന്ന ഉണ്ണി ഉണ്ടാവും. എല്ലാരും കൂടിയാണ് വന്നേ. കൂടെ വന്നിട്ട് നമുക്ക് സംസാരിക്കുമ്പോ നമുക്ക് മനസ്സിലായി ഒരുപാട് സ്വപ്നം ഉണ്ടായിട്ട് ഇത് എങ്ങനെയെങ്കിലും ചെയ്യണം. അതും ഇതൊരു സീസണൽ സോങ് അല്ലേ? ഇത് ഇപ്പൊ ചെയ്തില്ലെങ്കിൽ ഇത്രയും എടുത്ത എഫേർട്ട് വേസ്റ്റ് ആവും. അപ്പൊ എനിക്ക് കൈവിടാൻ തോന്നില്ല. പറ്റണ പോലെ നമ്മൾ ചെയ്തു. പക്ഷെ ചെറിയ ബഡ്ജറ്റിലൊന്നും ഞങ്ങളത് വലുതാക്കി ആധാരൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് ചേട്ടൻ തന്നെയാണ് അതിന്റെ ലിറിക്സും കാര്യങ്ങളൊക്കെ സകല വല്ലഭനാണ്. അതിന്റെ ചെന്നൈ പണ്ടോട്ട് മ്യൂസിക് ഇത് എഴുത്ത് അതിലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ചാടി ചാടി കളിക്കുന്ന ആളാ. ഒരു സമയം ഒരെണ്ണം ചെയ്യും, അത് കഴിയുമ്പോ അടുത്തതിലേക്ക് പോകും. മ്യൂസിക് ഇപ്പൊ റീസെന്റ് തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ ആക്ച്വലി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാം. അവിടുത്തെ ഇൻഫോ പാർക്കിലെയും കൂടെ കുറച്ച് പേരെ നമ്മൾ എടുത്തിട്ട് ട്രെയിൻ ചെയ്തിട്ട് ഈ മ്യൂസിക് വീഡിയോയിലുണ്ട്. കൂടെ പിള്ളേരെ ക്ലബ് ചെയ്തിട്ട് ഏകദേശം ഒരു 100-120 പേരുടെ ക്രൂ ഉണ്ടായിരുന്നു. ഇതില് നമ്മുടെ സുഹൃത്തുണ്ട് ഋഷിദാൻ, അവനുണ്ടായിരുന്നു. അവനാണ് എനിക്ക് എപ്പോഴും നല്ലൊരു സപ്പോർട്ടാ. അപ്പൊ അതിന്റെ ഒരു സൈഡ് മൊത്തം അവൻ നോക്കും. അപ്പൊ ഋഷിദാൻ ചേട്ടനായിരുന്നു ഡയറക്ടർ അല്ലേ? ഇതിന്റെ ഡയറക്ടർ. അതെന്നോട്ടുള്ള സൗഹൃദമാണ് ഋഷിദാൻ ചേട്ടനായി. കുറെ വർഷങ്ങളായി. അവനും ഇതേപോലെ ഒരു ഡാൻസർ ആയിട്ട് വന്നിട്ട് സ്ട്രഗിൾ ചെയ്ത് അവന്റെ ഒരു ആഗ്രഹം മൂവിയിൽ ഭയങ്കര ഒരു നല്ലൊരു സ്റ്റേജിൽ പോകണമെന്നുള്ള സ്റ്റിൽ അവൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അത്യാവശ്യം നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ അവൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അവന്റെ ഒരു ബ്രാൻഡ് വാല്യൂ വന്നിട്ടില്ല. അപ്പൊ ഇതേപോലെ എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനം എടുക്കുമ്പോ ഞാൻ അവനെ കൂടെ വിളിക്കും. താങ്ക് യു സോ മച്ച്. ഓക്കെ താങ്ക് യു. ബൈ. അപ്പൊ താങ്ക് യു. എങ്ങനെയുണ്ട് ഞങ്ങളുടെ സർപ്രൈസ്? ഭയങ്കര ക്രിയേറ്റീവ് ആയിരുന്നു. അല്ല ഈ ഓണ സമയത്തില് ഈ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റ് അടിച്ച് പിന്നെ അതൊരു ട്രെൻഡ് ആവും അല്ലെ? നമുക്ക് തന്നെ സെർച്ച് ചെയ്യുമ്പോഴത്തേനോ ഈ പാട്ടുകളാന്ന് ചെയ്യും. സോറി കറക്റ്റാ. ഞാനിപ്പോ US പോയപ്പോ അവിടുത്തെ കുട്ടികളൊക്കെ ഭയങ്കര ഇംഗ്ലീഷാണ് അവര് സംസാരിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ പോയപ്പോഴായിരിക്കും മലയാളം സംസാരിക്കുന്നുണ്ടാവുക. പിന്നെ അവിടെ വീട്ടിൽ പോകുമ്പോ അങ്ങനെ ബ്ലാ ബ്ലാ ബ്ലാ. അപ്പൊ പഠിക്കാൻ പോകണമെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആ. അങ്ങനെ ഒരു സ്ഥലത്ത് ഓണത്തിന് സദ്യ കഴിഞ്ഞ് വാഷ്റൂമിൽ കയറുമ്പോ ഭയങ്കര കുഞ്ഞു കുട്ടിയാ. അപ്പൊ അവൻ വന്നിട്ട് ഓനം കല്ലരാക്കണ്ടേ ഓനം പൊലിയാക്കണ്ടേ. അവൻ എന്നൊന്നും കാണണമെന്നില്ല. പക്ഷെ അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ പാട്ട്
കേട്ടായിരുന്നു അവിടെ നിന്നോട് പറഞ്ഞില്ലേ ദീപാവലി സ്പെഷ്യലാണ് എന്നെ കൊണ്ട് ഈ മിററൊക്കെ ഇട്ടിപ്പിച്ചിട്ട് കോസ്റ്റ്യൂമും ചേട്ടൻ തന്നെയാ ഞാൻ പറഞ്ഞതാ അവനോട് ദീപാവലി പറഞ്ഞില്ലേ പറഞ്ഞില്ലേന്ന് അതേതായാലും പടത്തിന്റെ ഷൂട്ടിലായിരിക്കും അവിടാണ് വിളിച്ചു വരുത്തി നിങ്ങള് കുക്കുചേട്ടന്റെ പേര് പറഞ്ഞപ്പോ ഞാൻ എന്തായാലും വരും അവൻ എന്റെ ചങ്ക് ബ്രോയാന്നൊക്കെ പറയുമ്പോഴത്തേനും കുനൊരു അത്യാവശ്യം ഉണ്ട് പെട്ടെന്ന് വരണം വിളിച്ചത് അപ്പേ അവിടെ ബുക്കും പെന്നെ എടുത്തുണ്ടാവും താഴെ ഇരിപ്പുണ്ട് കുറച്ച് മുന്നേ ചേട്ടനെ പറ്റി പറഞ്ഞോളൂ ആത്മാർത്ഥ സുഹൃത്താണ് എന്തിനും കട്ടയ്ക്ക് നിക്കുന്ന ഒരു ചങ്ക് ബ്രദറാന്ന് പറഞ്ഞു ചതിയാണിത് ബ്ലാസ്റ്റോൺ അല്ലേ ബ്ലാസ്റ്റോണത്തിന്റെ ഡയറക്ടർ ക്രിയേറ്റീവ് ഹെഡ് എല്ലാം ആയിരുന്നു അപ്പം എന്താ പറയാ മില്യൺസ് ഓഫ് വ്യൂസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ആ ഒരു എഫേർട്ട് സന്തോഷം ദീപശേഷിക്ക് അറിയാലോ ഞങ്ങൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഷൂട്ട് പോലെ ചെയ്തിട്ടുണ്ട് ഒരു സോങ് എടുത്തിട്ട് ഞങ്ങള് രണ്ടുപേരും ചെയ്ത് നമ്മുടെ പിള്ളേരെ കൂടെ അന്ന് ഋഷിതാൻ തന്നെ ചെയ്ത അന്ന് ഒരു മിഡ് നൈറ്റ് ഷൂട്ട് ആയിരുന്നു ചെല്ലമ്മ എന്ന് പറഞ്ഞിട്ട് അതും അത് ഋഷിതാനാണ് ഫുൾ ഡയറക്ട് ചെയ്തത്. ഇപ്പൊ നമ്മള് രാത്രി ഉറങ്ങിയ രാവിലെ എഴുന്നേക്കും എന്നുള്ള ഉറപ്പാണല്ലോ ഇവനൊരു കോൺസെപ്റ്റ് ത്രെഡ് രാത്രി കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ എഴുന്നേക്കുമ്പോഴത്തേനും അതിന്റെ ഫുൾ സ്ക്രിപ്റ്റ് അങ്ങനെയല്ല ഋഷിതാനാണ് ഷൂട്ട് ഋഷിതാന ഓക്കെ അപ്പൊ എന്തായാലും അവൻ എടുത്തോളൂ എന്തായാലും നാളെ രാവിലെ ചേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ ഈ ഇന്റർവ്യൂ ഏതെങ്കിലും നല്ല ഡയറക്ടർ കാണാൻ ഇടയാവട്ടെ കുറെ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്ത പടങ്ങളൊക്കെ പറ സോങ്സ് അല്ലേ സോങ്സ് റീസെന്റ് ഓടുകുതിര ചാടുകുതിര റിലീസായി ഓക്കെ വള റിലീസായി അതൊക്കെ ഓടുകുതിര കുറച്ചായി പടങ്ങൾ ചെയ്തിട്ട് ഓടുംകുതിര ചാടുംകുതിര രണ്ട് പടങ്ങള് കുറച്ച് പടങ്ങളായി എന്നാണ് അങ്ങനെ ഓക്കെ ബിലീസാണ് എന്റെ ഫേവറേറ്റ് ബിലീസ് തൊട്ട് അവൻ കൊറേ വർഷം മുന്നേ തൊട്ടിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാ പെട്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ കൺഫ്യൂഷൻ ആവും ഏതൊക്കെയാണെന്ന് എടാ 50ാമത്തെ എന്തോ ഉണ്ടായിരുന്നല്ലോ എന്തോ എന്തായിരുന്നു 50 പടങ്ങളാണോ കുറച്ച് പടങ്ങള് അല്ലേ 50 സിനിമ അതിന്റെ കേക്കട്ടെ നമ്മൾ പറഞ്ഞല്ലേ 50 സിനിമ അതിന്റെ ദുർഗ കപ്പു എടുക്കടാ ദുർഗ വരുന്നുണ്ട് ലഡു ആയിട്ട് ഓക്കെ ഇത് കുറച്ച് നമ്മൾ ഇഷ്ടമുള്ള ഒരു സ്വീറ്റ് എടുത്തോ 50+ മൂവീസ് ആക്ടിംഗ് ആണോ ചേട്ടന്റെ ചേട്ടന്റെ എയിമും കാര്യങ്ങളൊക്കെ ഡയറക്ഷനാണ് പടത്തിൽ ചെറുതായിട്ട് ആലോചിച്ചല്ലോ വളയില് ചെറിയൊരു സീൻ വളരെ ചെറുത് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നോണ്ട് ഇവരെ പിടിച്ചു നിർത്തുന്നോണ്ട് നിൽക്കുന്നുള്ളൂ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ലോക്ക് ആയിട്ടുണ്ടോ ഡയറക്ഷൻ ആണല്ലോ കുറച്ച് നാളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ സമയമാവാൻ വെയിറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പൊ ഈ മുഖങ്ങളൊക്കെ ഉണ്ടാവോ ഈ മുഖമുണ്ട് ഉറപ്പായിട്ടും ഓ മൈ ഗോഡ് നമ്മള് 50+ മൂവിയുടെ ഒരു മധുരം എടുക്കുക അല്ലെങ്കിൽ കുക്കുചേട്ടൻ സങ്കടമായ ഒരുപാട് സിനിമകൾ ചെയ്യാനുള്ള ഭാഗ്യം നിനക്കുണ്ടാവട്ടെ വായി വെച്ചു കൊടുക്കുക ഷുഗർ കട്ടാണോ എനിക്കിതിൽ ഇതായിരിക്കും നല്ലത് അതെ ഇതാവുമ്പോ കുറച്ച് ഹെൽത്തി ആടാ കാലറീസ് കുറവാ എനിക്കത് കാണുമ്പോ എന്തോ പോലെ ഇത് കാണുമ്പോ എന്താ കുക്കുചേട്ടൻ വിചാരിക്കുന്നേ അല്ല അതും എനിക്ക് ടേസ്റ്റ് ചെയ്യണം തോന്നുമ്പോ എനിക്ക് പക്ഷെ അത് തോന്നുന്നില്ല ഞാൻ അത്രയും ഡീപ്പായിട്ട് ചിന്തിച്ചില്ല താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച് ഞങ്ങൾ വിളിച്ചപ്പോ വന്നതിനും ഇങ്ങനെ ഒരു സർപ്രൈസ് ഇവർക്ക് കൊടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അപ്പൊ അടിപൊളി ആവട്ടെ ഫിലിമൊക്കെ നടക്കട്ടെ ഞങ്ങളും ഉണ്ടാവും കട്ട സപ്പോർട്ട് അപ്പൊ ചേട്ടാ അതെ ഞങ്ങളെല്ലാം സെറ്റ് ആണ് ഓക്കെ ബൈ താങ്ക് യു ഏട്ടാ താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു ബ്രില്യന്റ് അല്ലേ വെരി ക്രിയേറ്റീവ് കാരണം നിങ്ങൾ കുറച്ച് എക്സ്പെക്ടഡ് ഇപ്പൊ തന്നെ ചോദിച്ചപ്പോ എക്സ്പെക്ടഡ് ലിസ്റ്റുകളൊക്കെ വന്നു അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് രണ്ടാൾക്കാരെ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു അപ്പൊ കുക്കുചേട്ടന്റെ എക്സ്പ്രഷൻ കണ്ടപ്പോ തന്നെ സർപ്രൈസ് ആയി അപ്പൊ ഞങ്ങൾക്ക് സർപ്രൈസ് ആയി സന്തോഷായി നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കാണുമ്പോ തന്നെ ഒരു പ്രത്യേക സന്തോഷം നമ്മളെപ്പോഴും കാണുന്നവരല്ലല്ലോ എല്ലാരും വരുമ്പോ പറയണേ ഗുഡ് ഹ്യൂമൻ ബീങ് വർക്കഹോളിക് ഡെഡിക്കേഷൻ ഹാർഡ് വർക്ക് എന്തോ എല്ലാവർക്കും ഇഷ്ടമാണ് ചേച്ചി ഒരു നെഗറ്റീവ് പറഞ്ഞു കുക്കുചേട്ടന്റെ
അങ്ങനെയില്ല ഫുൾ പോസിറ്റീവായി പറയണോ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടല്ല. ഓ കോൺഫിഡൻസ് ഒക്കെ കണ്ടില്ലേ, കണ്ണ് വെച്ചാലോ നമ്മുടെ കുക്കിച്ചേട്ടനെ അല്ലേ ഇപ്പൊ തന്നെ. എനിക്ക് കുറച്ച് വിളപ്പൊക്കി പറ. അതെ, ഞാൻ വരുന്നവരോടൊക്കെ പോസിറ്റീവ് വെക്കണു, പക്ഷെ ആരുമായിട്ട് ഒരു പരിചയമില്ല. അത് ഇവന്റെ വർക്ക് റിലേറ്റഡ് ഫ്രണ്ട്സ്. വർക്ക് റിലേറ്റഡ് ആണ്, അല്ലാത്ത റിലേറ്റഡ് എനിക്ക് തന്നെ ദീപ ചേച്ചിനെ അറിയാലോ. അതല്ലേ നമ്മൾ കണക്ട് ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഡെഡിക്കേഷൻ, ഹാർഡ് വർക്കിംഗ്, നല്ല പാവം ചേച്ചിയാണ്. ഇതൊന്നും ഞാൻ ഇതാക്കി പറയണല്ല കേട്ടോ. നമ്മൾ പരസ്പരം അങ്ങോട്ട് ഇരുന്ന് പോക്കാണ്. അപ്പൊ ഈ ദുബായിൽ ഒരുപാട് സെലിബ്രിറ്റി ഷോസ്, ഇപ്പൊ ഇവിടുന്ന് കുറെ ആർട്ടിസ്റ്റുകൾ, അവിടെ കുറെ ഇവന്റ്സ് ഉണ്ടല്ലോ. ഇപ്പം ഓണൊക്കെ എന്ന് വെച്ചാൽ 1 മാസമായിരിക്കും ദുബായിലത്തെ ഓണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോവാ, ഡാൻസ് അങ്ങനെയൊക്കെ നിങ്ങൾ കൊണ്ടുപോയി അവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ടോ സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകളുടെ? ഇപ്പൊ ലാസ്റ്റ് പൃഥ്വിരാജ് ചേട്ടന്റെ നമ്മളായിട്ട് അല്ല, നമ്മള് ഷോ ചെയ്തിട്ടില്ല. നമ്മള് എന്താ പറയാ, ഫസ്റ്റ് ഇയർ ഒരു ഷോ എടുത്തിട്ടില്ല. നമ്മള് പിള്ളേരെ ട്രെയിൻ ചെയ്ത് നെക്സ്റ്റ് ഇയറിൽ ചെയ്യാം എന്നുള്ളത്. അപ്പൊ സെക്കൻഡ് ഇയർ ആയപ്പോ നമ്മൾ ഇങ്ങനെ ഷോസ് ചെയ്തു തുടങ്ങി. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ അവിടെ ഒരു ഓണം മാമാങ്കം എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നു. അതിൽ പൃഥ്വിരാജ് ആയിരുന്നു ഗസ്റ്റ്. പുള്ളിയുടെ മുന്നില് ഞാനും എന്റെ പിള്ളേരും കളിച്ചു. സ്റ്റുഡൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ആക്ച്വലി യുഎസിലായിരുന്നു. അപ്പൊ ഞാനും നമ്മുടെ കേസ്കോട്ട് ദുബായിലുള്ള പിള്ളേരൊക്കെ കൂടെ. പക്ഷെ ഭയങ്കര പ്രൗഡായിരുന്നു എനിക്ക്. കാരണം ഞാൻ അമേരിക്കയില് സ്റ്റേജിന്റെ ബാക്കിൽ നിന്നിട്ട് ഇവളുടെ സ്റ്റോറീസ് കാണാം. അപ്പൊ അതേ സ്റ്റോറീസ് കണ്ടിട്ട് ഇതേ രാജേട്ടന്റെ വന്നില്ലേ പരിപാടിയില് ദീപയുടെ ഇത് കണ്ടു. ഒരാള് ദുബായ്, ഒരാൾ അമേരിക്ക. ഒരു നല്ലൊരു പ്രൗഡായിരുന്നു. ആ മൊമെന്റ് നല്ല പ്രൗഡായിരുന്നു, നല്ല രസമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വൈഫും കൂടെ ആവുമ്പോ തന്നെ ഒരു പ്രത്യേക അല്ല, ഇവൾക്ക് ഇൻഡിവിജ്വലി ഒരു സാധനം നേടിയെടുക്കണം, അതിനുവേണ്ടി ഒരു ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതായത് കുക്കുന്റെ എന്ന് പറയാണ്ട് അത് നല്ല പ്ലസ് പോയിന്റാ അല്ല. അപ്പൊ അത് ദുബായിൽ പോയപ്പോ അവള് തന്നെയാണ് അവിടെ എല്ലാം ചെയ്യും, ഒറ്റയ്ക്ക് എല്ലാം ചെയ്യും. ഞാൻ ഒരു വോയിസ് റെക്കോർഡ് കേൾപ്പിക്കുകയാണ്, അത് ആരുടെയാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ദുബായിലത്തെ ആളോ? അല്ല, ദുബായിലത്തെ അല്ല. ഹായ് കൊക്കോ, എന്താണ് സുഖല്ലേ? അപ്പൊ ഒരുപാട് സന്തോഷം. സ്വാസിക എന്നാ കൊടുത്തോ, കേട്ടോ. കുറേ നല്ല നല്ല മൊമെന്റ്സ് ഞങ്ങൾക്ക് കിട്ടി. സോ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കൊറിയോഗ്രാഫറെ പോലെ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ, ഒരു ഡാൻസ് കളിക്കാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ ശരിക്കും മോട്ടിവേറ്റ് ചെയ്ത് അവരെ കൊണ്ട് ഡാൻസ് നന്നായിട്ട് കളിപ്പിച്ചെടുത്ത് അവർക്ക് ഡാൻസിനോടുള്ള ഇഷ്ടം ഒരു 90% ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10% ആണെങ്കിൽ, അത് ഒരു 1000% ആക്കി കൂട്ടിക്കൊടുക്കും. അത്രയും ഒരു മോട്ടിവേഷൻ ആണ് ആസ് എ കൊറിയോഗ്രാഫർ നമുക്ക് തരുന്നത്. സോ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഗോഡ് ബ്ലെസ് യു. അടുത്ത ഷോയ്ക്ക് നമുക്ക് തകർക്കാം. അതെ, അടുത്ത ഷോയ്ക്ക് നമ്മൾ അടിച്ചു പൊളിക്കും. അതെ, ഇതും സർപ്രൈസ് ആയേ. അതെ, ഇപ്പൊ എല്ലാരും ഭയങ്കര മോട്ടിവേറ്റ് ചെയ്ത് ഡാൻസ്. സ്വാസി ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം ഇപ്പൊ നമുക്കറിയാത്ത കുറെ കാര്യങ്ങള് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഞാൻ ഇങ്ങനെ പുറത്തധികം പോയിട്ടില്ല. അപ്പൊ ഒരു വലിയ ടീമായിരുന്നു. അപ്പൊ സ്വാസി വന്നതിന് ശേഷം ആ ടീം ഒന്നും കൂടി വെൽ അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മളവിടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ്, ഞങ്ങളുടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിക്കുക. എന്തെങ്കിലും പ്രശ്നം വന്നാ പറയണ ആളാ. അവിടെ ഇടവും വല്ലവും നോക്കാതെ അതെ ഇവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കണോ, ഇത് എന്താ അങ്ങനെ ചെയ്ത് ഇത് ഇങ്ങനെ ചെയ്യണോ, പക്കയായിട്ട് എല്ലാവർക്കും വേണ്ടി എല്ലാ ആർട്ടിസ്റ്റിനെയും റെസ്പെക്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ശബ്ദം ഉയർത്തുന്ന ഒരു ലേഡി സൂപ്പർ സ്റ്റാർ നമ്മുടെ സ്വാസിക ചേച്ചി. ചേട്ടൻ എത്ര കൺട്രീസ് പോയിട്ടുണ്ട് ഇപ്പം പെർഫോമൻസിനൊക്കെ വേണ്ടി? എത്ര ഒരു 8 കൺട്രീസ് അല്ലേ പെർഫോമൻസിന് വേണ്ടിട്ട്? പെർഫോമൻസ് വേണ്ടി ഓസ്ട്രേലിയ, യുഎസ്. ഓസ്ട്രേലിയ, യുഎസ്എ, സൗദി പോയിട്ടുണ്ട്, സൗദി പോയിട്ടുണ്ട്, ഖത്തർ പോയിട്ടില്ല, ദുബായ് പോയിട്ടുണ്ട്, ദുബായ്, പിന്നെ ഒമാൻ. ദുബായ് അല്ല, ഒമാൻ വേറെ കൺട്രി തന്നെ. യുകെ ഇല്ല, യുകെ പോവും ഞാൻ. അല്ലാതെ ആഗ്രഹം ഞാൻ എപ്പോഴും അങ്ങനെ പറയും. അതെ, നടക്കട്ടെ. മാനിഫെസ്റ്റ് പോണം നമുക്ക്. അത് പൊളിക്കുന്നതിന് മുന്നേ അവിടെ പോകണം. ഏതാ പൊളിക്കാൻ പോകുന്നത്? ഐഫിൽ ടവർ തകർക്കാൻ പോകുന്ന എന്തോ മീൻസ് അത് ഇതാക്കാൻ പോവാന്ന്. അത് വിളിക്കുന്നതിന് മുന്നേ അല്ല, നമ്മുടെ ഒരു ഡ്രീം. അത് കുറെ വർഷം മുന്നേ പണിത് വെച്ചത്. സത്യം എനിക്കറിയില്ല, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാ. കുറെ വർഷം മുന്നേ ഉള്ളതായതുകൊണ്ട് അതിന്റെ ഡേഞ്ചറസ് ഉള്ളതുകൊണ്ട് അത് കഴിക്കാൻ പോകണോ. എനിക്ക് ഇപ്രാവശ്യം അമേരിക്കയിൽ പോയപ്പോ ഒത്തിരി പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വന്നു. നമ്മളിപ്പോ
നങ്കൈ എന്ന് പറഞ്ഞ നങ്കൈ ആ സോങ്ങില് കുറെ ഫോറിൻ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ പെർഫോം ചെയ്തിരുന്നു. അപ്പൊ അത് കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലേ. പിന്നെ ഹിപ്പ് ഹോപ്പ് കൾച്ചറിൽ ന്യൂയോർക്കിനെ കുറിച്ച് നമ്മൾ അറിയണതൊക്കെ അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ അമേരിക്കയിൽ പോയി ആ ന്യൂയോർക്ക് ടൈം സ്ക്വയറിൽ പോയിട്ട് ആ സ്ട്രീറ്റിൽ ഞാൻ രാവിലെ വരെ നടന്നു. സ്വാസി ഉണ്ടായിരുന്നു. വെളുപ്പ് വരെ, രാത്രി പോയിട്ട് രാവിലെ വരെ നടന്നു. അവിടെ ഒരുപാട് ആർട്ടിസ്റ്റിനെ കാണുക, അവിടെ ഡാൻസ്, ഒരുപാട് ആർട്ടിനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു സ്ട്രീറ്റ് ആയിരുന്നു അത്. അപ്പൊ അത് ഭയങ്കര ഒരു ഫാന്റസി വേൾഡ് ആയിരുന്നു. കുറെ 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 പുറകിലോട്ട് നമ്മൾ പോയി. നമുക്കിപ്പോ ഞാൻ എന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇതേപോലെ 6th സ്റ്റാൻഡേർഡിൽ തന്നെ ഒരു ചെറിയ ടെമ്പിൾ പ്രോഗ്രാം നടക്കുമ്പോ ഒരവസരത്തിന് വേണ്ടി അതിന്റെ ബാക്ക് സ്റ്റേജിൽ പോയി നിന്നിട്ട് അവിടുത്തെ ടീച്ചറോട് ടീച്ചറെ എനിക്ക് ഒരു ചാൻസ് തരുമോ ചോദിച്ചിട്ടില്ല മോനെ, ഇത് ഞങ്ങൾ നടത്തുന്ന പ്രോഗ്രാം ഇവിടെ ചാൻസ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഞാനൊരു ചാൻസിന് വേണ്ടി ഇങ്ങനെ നിന്നിട്ട് എൻഡ് കഴിയാറാവുമ്പോഴാണ് ആ ടീച്ചർ ഓടി വന്നിട്ട് മോനെ ഒന്ന് കേറോ, ഒരു കുട്ടി സെയിം കുട്ടി 2 ഡാൻസിലുണ്ട്, അപ്പൊ ഞങ്ങൾ ആകെ കൺഫ്യൂഷൻ, മോൻ കേറോ ഒന്ന് കോസ്റ്റ്യൂം മാറാൻ. അങ്ങനെ തുടങ്ങിയതാ എന്റെ ഈ പ്രൊഫഷൻ. സോ അപ്പൊ എല്ലാ സ്ഥലത്തും പോയി ഇങ്ങനെ മുട്ടി ഒരു ചാൻസ് തോന്നി. ഇപ്പൊ അമേരിക്കയിൽ എത്തിയപ്പോ അത് ഭയങ്കര അഭിമാനമായിരുന്നു. അതുകൊണ്ട് ഞാനായിരിക്കും ആ US പോയിട്ട് ഏറ്റവും എക്സ്പ്ലോർ ചെയ്ത്, അതായത് ഓരോ സ്റ്റേറ്റിലേക്കും ഓരോ വീക്കെൻഡ് നമ്മൾ പോകണം ഷോസിന് വേണ്ടിട്ട്. പക്ഷെ ഞാൻ നേരത്തെ പോകും, എന്നിട്ട് അവിടുത്തെ കുട്ടികളെ ട്രെയിൻ ചെയ്ത് അവരുമായിട്ടൊക്കെ അത്യാവശ്യം നന്നായിട്ട് സോഷ്യലൈസ് ചെയ്ത് അത്യാവശ്യം അടിച്ചു പൊളിച്ചിട്ടാ വന്ന്. ഉറക്കം കുറവായിരുന്നു, ഭക്ഷണവും കാര്യങ്ങളൊക്കെ സമയത്തിന് പക്ഷെ ഒന്നും ഒരു പ്രശ്നമില്ല. കാരണം നമുക്കായിട്ട് എന്തെങ്കിലും അങ്ങോട്ട് പോവാനോ ഒന്നിനും പറ്റില്ല. നമുക്കിത് കിട്ടിയ ഒരു അവസരം അല്ലേ. അത് അത്യാവശ്യം ഞാൻ എക്സ്പ്ലോർ ചെയ്തു. അപ്പൊ ഇനി ഒരുപാട് സ്ഥലങ്ങൾ രണ്ടുപേർക്കും അല്ലേ. അത് ഞാൻ അവൾക്കല്ല, ഇന്നൊരു കോള് വന്നു, രണ്ടുപേരും പോട്ടെ അല്ലെ. അങ്ങനെ പോകുമ്പോഴാണല്ലോ നമുക്കും അല്ലെ എല്ലാവർക്കും കോള് വരുന്നുണ്ടല്ലോ. അതെ സത്യം. നമ്മളിപ്പോ മറ്റേ കാക്കനാട് എന്നല്ല കാനഡയിൽ ഇപ്പൊ വരുന്നുണ്ടല്ലോ. അതെ, അങ്ങനെ ഒരു കോള് വരുന്നുണ്ടല്ലോ. കാക്കനാടൊക്കെ മാറി ഇപ്പൊ കാനഡ. അങ്ങനെ അവിടേക്കും നമ്മളെന്നൊരു ആർട്ടിസ്റ്റ് ജീവനോടെ ഉണ്ട് എന്നറിയാം. അതാണ് സ്വപ്നം. എന്നെ അറിയാത്ത ആൾക്കാരിലോട്ട് എനിക്ക് പോണം. അവരിലേക്ക് നമ്മുടെ ആർട്ടിനെ എത്തിക്കാൻ പറ്റണം, അവരിൽ നിന്ന് പഠിക്കാൻ പറ്റണം. അതുകൊണ്ട് എപ്പോഴും അറിയാത്ത ആൾക്കാരിലോട്ട് എനിക്ക് എത്തണം. പിന്നെ യൂസ് പോയി അടുത്ത വേറെ സ്ഥലം. അതെ, അടുത്ത വേറെ സ്ഥലം. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മൾ കൺക്ലൂഷൻ എത്തുന്നതിന് മുന്നേ നമ്മുടെ ഫാമിലി, നിങ്ങളുടെയൊക്കെ ഫാമിലി വ്ളോഗ്സിലൂടെ ഒക്കെ ഇപ്പൊ ദീപ ചേച്ചിയുടെ ആയാലും കുക്കുച്ചേട്ടന്റെ ആയാലും ബ്രദറിനെ ഇപ്പം കുറെ ഫാൻസ് ഉണ്ട് അല്ലേ. ബ്രദറായിട്ട് എങ്ങനെയാണ്? ഫൈറ്റ് ചെയ്യാറുണ്ടോ? അവന് ഉപദേശിക്കാറുണ്ടോ? എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യാറുണ്ട്? ഞങ്ങള് ചെറുപ്പത്തിൽ ഭയങ്കര ഫൈറ്റാ. ഞങ്ങൾ ചെറുപ്പത്തിന് സ്നേഹ ഫൈറ്റ് ആണ്. ഞങ്ങൾ ചിലപ്പോ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മുട്ടല്ലേ അങ്ങനെയൊക്കെ പറയണ ഭയങ്കര പ്രശ്നം കാര്യങ്ങളൊക്കെയാ. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇപ്പൊ മാക്സിമം ചേർത്ത് പിടിക്കുക, ദൂരെ നിന്നിട്ടാണെങ്കിലും അവന്റെ അച്ചീവ്മെന്റിനെ അപ്രിഷിയേറ്റ് ചെയ്യുക, അവൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യാ. പക്ഷെ ഏറ്റവും വലിയ സന്തോഷം കേസ്കോഡ് എന്ന് പറയുന്ന എന്റെ ബ്ലഡില് ഇപ്പോഴും അവനുണ്ട്, ഒരു പാർട്ടാണ്. അവന് അവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ട്, അവന് അവിടെ തൃശ്ശൂരിൽ ഒരു ഡാൻസ് സ്കൂള് അവൻ ഒറ്റയ്ക്ക് നോക്കി നടത്തുന്നുണ്ട്. അവന് ഈ ആർട്ട് എന്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ആക്ച്വലി അവൻ ഒരു ഡാൻസറായിട്ട് വന്ന ഒരാളല്ല. പകുതിയിൽ വെച്ച് അവന്റെ കഴിവിനെ പ്രാക്ടീസ് ചെയ്തെടുത്ത് മോൾഡ് ചെയ്തെടുത്ത് ഇപ്പൊ ഒരു പൊസിഷനിൽ വന്ന ഒരാളാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ബ്രദറിനെയും സിസ്റ്ററിനെയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, നിർത്തുന്ന വിധം അല്ലെങ്കിൽ ബ്രദറിനോടുള്ള അഫെക്ഷൻ, നമ്മളെ ഈ വീഡിയോസ് നിങ്ങൾ അത്രയും ഇടുന്നോണ്ടാണ്, ലൈവായിട്ട് നിൽക്കുന്നോണ്ട് നിങ്ങളുടെ ഓരോരുത്തരായിട്ടുള്ള ഡെപ്ത്. അതുപോലെ തന്നെ സിസ്റ്റർ ഭയങ്കര പഠിപ്പി അല്ലേ, കുടുംബത്തിലെ ഭയങ്കര പഠിപ്പിയായിട്ടുള്ള സിസ്റ്റർ. അത് നല്ല കാര്യം. കാരണം സൈക്കിളൊക്കെ മേടിച്ചു കൊടുക്കുന്നു അല്ലെ, 10ന് കിട്ടിയപ്പോഴത്തേന്. എല്ലാ വ്ളോഗും കണ്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അവിടെ പോകുമ്പോ രസാണ്, അച്ഛനും അമ്മയും എന്താ കുണ്ട്രൂസ് എന്ന് വിളിക്കുന്നത്. അപ്പം എല്ലാരും സക്സസ്ഫുൾ ആണെന്ന് വെച്ചാൽ അനിയനും ചേട്ടനും ഡാൻസ് ആണെങ്കിൽ അനിയത്തി പഠിത്തം, അതോടൊപ്പം ഡാൻസ്. അപ്പം ദീപ ചേച്ചിയായിട്ട് ബാംഗ്ലൂരല്ലേ നിങ്ങൾ, ചേട്ടനൊക്കെ അല്ലേ ഫാമിലി ആയിട്ട് പോകുന്നു. അപ്പൊ എല്ലാം ഹാപ്പി ആയി. അപ്പം ഞങ്ങൾ ഭയങ്കര സന്തോഷാണ്. എന്താ അനിയത്തിയോടും അച്ഛനോടും അമ്മയോടും ഇവിടത്തെ പപ്പയോടും മമ്മയോടും ഒക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പം കുക്കുച്ചേട്ടാ, ദീപ ചേച്ചി, അപ്പൊ നിങ്ങളെ രണ്ടുപേരും വെറും കയ്യിലൂടെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല, അതെ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ സറൗണ്ടിൽ കുറെ സ്വീറ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും കൊടുക്കാം. കാരണം നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമല്ല, കേസ്കോട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും വീട്ടുകാർക്കൊക്കെ കൊടുക്കണം. അപ്പൊ പാം ട്രീ നൽകുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ദീപാവലി ഹാമ്പർ ആണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ദീപാവലി ആയിട്ട് ഷുഗർ കട്ടൊക്കെ എടുത്താച്ചാ മതി.
ശരി അങ്ങനെ ആവട്ടെ. ആ ഉത്തരവ് ടീച്ചറെ, ടീച്ചറിന് ഉത്തരവ് പോലെ എന്നൊക്കെ. അപ്പൊ പാം ട്രീ തരുന്ന നല്ല അടിപൊളി ഗിഫ്റ്റ് ഉണ്ട്. പാം ട്രീ അറിയാലോ, പിന്നെ കൊറേ പാം ട്രീ കാണുമ്പോ തന്നെ നമുക്ക് അതിലൊന്ന് കേറി അല്ലേ, കുറച്ച് സാധനങ്ങളൊക്കെ അതെ, ഒന്ന് അവിടെ കയറി 2-3 സാധനങ്ങളൊക്കെ അട്രാക്ട് ചെയ്യിപ്പിക്കും നമ്മളെ. അതെ, ലൈറ്റ്സ് ഒക്കെ കൊണ്ട്. അപ്പൊ ഈ സ്വീറ്റ്സ് ഒക്കെ കേസ് കോഡിലത്തെ പിള്ളേർക്കും വീട്ടുകാർക്കൊക്കെ കൊടുക്കുക. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി വരണം കേട്ടോ കെന്നാ ഷോയില്. അപ്പൊ താങ്ക് യു.